US ഉപരോധത്തെ തുടർന്ന് ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയുന്നു. ദിനംപ്രതി 1.95 മില്യൺ ബാരൽ 1.19 മില്യനായി കുറഞ്ഞു. പൊതുമേഖലാ എണ്ണ കമ്പനിയായ HPCL റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തി. പി ബസന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബസന്ത്, കാര്യമായ തോതിൽ ഈ എണ്ണ വ്യാപാരത്തെയും ഇറക്കുമതിയെയും ഇത് ബാധിച്ചിട്ടില്ലേ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ? മോത്തി, രണ്ട് റഷ്യൻ എണ്ണ കമ്പനികളായ റോസ്നെഫ്റ്റിനും ലൂക്ക് ഓയിലിനുമാണ് US ഉപരോധം ഏർപ്പെടുത്തിയത്. ഇതോടുകൂടി തന്നെ ഇന്ത്യയിലേക്കുള്ള റഷ്യയുടെ എണ്ണയുടെ വരവ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ റിലയൻസ്, അതായത് റിലയൻസ് കമ്പനി നടത്തുന്ന നയാര എനർജി ലിമിറ്റഡും എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പിന്നാലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ HPCL ഇത് പൂർണ്ണമായും നിർത്തിയിരുന്നു. പിന്നീട് IOC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമൊക്കെ ഇത് റീകാലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 1.95 ബില്യൺ ബാരലായിരുന്നു ഒരു ദിവസം ഇറക്കുമതി ചെയ്തിരുന്നത്. അതിപ്പോ 1.19 മില്യൺ ബാരലായി കുറഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. ഇത് ഔദ്യോഗിക കണക്കുകളല്ല, ഈ എണ്ണ ടാങ്കറുകളുടെ നീക്കം കണക്കിലെടുത്ത് അത് വെച്ചിട്ടുള്ള ഒരു വിലയിരുത്തലുകളുടെയും വിശകലനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ഇറക്കുമതി കുറയുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ 35% റഷ്യയിൽ നിന്നാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.